ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് രുചികരമായ വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹൽവയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹൽവ നമ്മൾ കടലമാവ് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് വായിലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് രുചികരമായ ഈ ഒരു ഹൽവ തീർച്ചയായിട്ടും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കുക. അപ്പോൾ വേഗം നമ്മുടെ ഒരു അടിപൊളി റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ഒരു ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് നമ്മുടെ കടലമാവ് ചേർക്കാം. കടലമാവ് ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് റവയും കൂടെ ചേർക്കാം. ഇനി ഈ വകയെല്ലാം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കടലമാവ് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു സ്മെല്ലും നല്ലൊരു എറോമ വരുന്നിടം വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് ഇത് റോസ്റ്റായി വരുന്നുണ്ട്, നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. നമ്മൾ ഈ തവണ നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നെയ്യോ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഡ്രൈ ആയിട്ട് വേണം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് നെയ്യ് ചേർക്കാം. നെയ്യ് ഇതിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പാച്ചുല വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ലൂസ്, ഏകദേശം ഒരു ചെറിയ ലൈറ്റായിട്ട് ലൂസ് കൺസിസ്റ്റൻസി ആയി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നോക്കിക്കോളൂ, നന്നായിട്ട് ഒരു ചെറിയ ലൈറ്റായിട്ടൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മുടെ ഈ ഒരു ബേസൻ ഹൽവ, അതായത് നമ്മുടെ കടലമാവ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് പാല് ചേർക്കാം. പാല് ചേർക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊരു തരിതരിപ്പ് പോലെ പെട്ടെന്ന് ഉണ്ടായി വരും. അപ്പോൾ ആ ഒരു ടെക്സ്ചർ, ഒരു തരിതരിപ്പ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് പാല് ചേർക്കുന്നത്. ഇത് നോക്കിക്കോളൂ, ആ ടെക്സ്ചർ ടോട്ടലി ഒരു മാറ്റം വന്നില്ലേ? ഇതുപോലെ ആയതിനു ശേഷം നമുക്ക് നന്നായിട്ടൊരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ഡ്രോപ്പ് കളർ ആഡ് ചെയ്യാം. അത് തീർച്ചയായും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്തുള്ളൂ, ഇല്ലെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തുള്ളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കിന് ടോട്ടലി ഒരു നല്ലൊരു സോഫ്റ്റ് കൺസിസ്റ്റൻസിലോട്ട് ആയി മാറും. നന്നായിട്ടൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നോക്കിക്കോളൂ, ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതി നമ്മുടെ ഈ ഒരു ഹൽവ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി നന്നായിട്ട് സ്പാച്ചുല വെച്ച് ഉടച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ആയതിനു ശേഷം വീണ്ടും ഒരു 1/4 കപ്പോളം വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ചൂട് വെള്ളം വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല സോഫ്റ്റ് ഒരു കൺസിസ്റ്റൻസി ആകുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ഏലക്കായ പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു കട്ട് ആൻഡ് ഫോൾഡ് ഉള്ള രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു രീതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പാനിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഹൽവ വിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതുപോലെ സൈഡിലോട്ട് നമ്മുടെ ഈ ഒരു ഹൽവ ഒന്ന് മാറ്റി വെക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി ഈ നെയ്യ് ലൈറ്റായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാഷ്യൂ നട്ട്സും ബാദാമും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആഡ് ചെയ്യാം. അതായത് വാൾനട്ട്, പിസ്ത, കിസ്മിസ്, എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അധികം ഒന്നും പാത്രം ഉപയോഗിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെയിം പാത്രത്തിലോട്ട് നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ആ ബാദാമും ആ കാഷ്യൂ നട്ട്സും എല്ലാം നന്നായിട്ടൊന്ന് നമ്മുടെ ഹൽവയിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് സെർവിങ് ബൗളിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ. നോക്കിക്കോളൂ, ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് നമുക്കൊന്ന് സെർവ് ചെയ്ത് ആദ്യം എടുക്കാം.
ഇതുപോലെ ലെവൽ ചെയ്ത് നന്നായിട്ടൊന്ന് സെറ്റ് ആക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു ഹൽവ ഇവിടെ ഡിമോൾഡായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ്, അത്രയ്ക്ക് സോഫ്റ്റ് ആൻഡ് മെൽറ്റ് ഇൻ മൗത്ത് ആണ് നമ്മുടെ ഈ ഒരു ഹൽവ ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.